ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കൂരിയാട് റീലിലും സ്മാർട്ട് റോഡ് പദ്ധതിയിലെ ഓവർ സ്മാർട്ട് ആകലിലും വരെ എത്തി നിൽക്കുന്ന റിയാസിന്റെ വൺമാൻ ഷോയ്ക്കെതിരെ രോഷം പുകയുന്നു. ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും കെ അനിൽകുമാർ. ഹലോ, ഗുഡ് മോർണിംഗ്. റിയാസ് 14 റീൽസ് ഇട്ടു. എന്താണ് സംഭവിച്ചത് എന്നത് 4 വരി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുങ്ങി. വിശദമായി ഈ കാര്യം പറയാൻ സംസ്ഥാന സർക്കാരിന്റെ ഈ PWD മന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട്? നമ്മളെയാണല്ലോ മച്ചമ്പി. നിങ്ങൾ കുറെ നേരമായിട്ട് രണ്ടുപേരോട് കൂടി ഇങ്ങനെ കടുക് പറക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് പറയാം, എല്ലാത്തിനും മറുപടി പറയണം. അതിന് വേണു സമയം തരണം. ഒരു മാറ്റവും ഇല്ലല്ലോ. വേണുവിന്റെ പുച്ഛവും ഈ അപഹാസ്യമായ ഒരു വല്ലാത്ത നിലപാടും ഉണ്ടല്ലോ, അതൊക്കെ അത്ര നല്ലതാണോ എന്ന് ആലോചിക്കണം. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെയാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരു പുച്ഛം പ്രകടിപ്പിക്കാമോ? സംസ്ഥാന സർക്കാർ ഒളിക്കുവോ? എവിടേക്ക് ഒളിക്കാനാണ്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, കേരളത്തിൽ പ്രളയം വന്നപ്പോൾ ഒളിച്ചുപോയ സംസ്ഥാന സർക്കാരാണോ ഇത്? നിപ്പ വന്നപ്പോൾ ഒളിച്ച സർക്കാരാണോ ഇത്? ഈ കോവിഡ് വന്നപ്പോൾ സർക്കാർ ഒളിച്ചു പോയോ? നിങ്ങൾ വേമ്പനാട്ടുകാരിലെ ഏറ്റവും വലിയ പാലം, പെരുമ്പളം പാലം, ഇതാ റിയാസിനെ നാളെ കൊണ്ടുവന്ന് റീൽസ് ഇട്ട് കാണിക്കാം. റീൽസ് ഇട്ടുന്ന റിയാസ് റീൽസ് ഇടാൻ തീരുമാനിച്ചാൽ 100 പാലത്തിന്റെ മേലെ റിയാസ് റീൽസ് ഇടും. മന്ത്രി എന്ന നിലയ്ക്കാണ് മുഴുപ്പിലങ്ങാട് റീൽസ് ഇടും. അതുപോലെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂറിസം കെട്ടിപ്പടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ റീൽസ് ഇടും. പിന്നെ സ്കൂളിൽ പോയാലും ആശുപത്രി പോയാലും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടങ്ങളുണ്ട് റീൽസ് ഇടാൻ വേണമെങ്കിൽ. സർക്കാർ ആശുപത്രി പോയാലേ PWD പണിത കെട്ടിടങ്ങളുണ്ട്, ഓരോന്നിലും റീൽസ് ഇടാം. റീൽസ് ഇട്ടാൽ തീരത്തില്ല. അതുകൊണ്ട് റീൽസ് ഇട്ട് മത്സരിച്ച് റിയാസിനെ തോപ്പിക്കാനോ സർക്കാരിനെ തോപ്പിക്കാനോ നിങ്ങൾക്കാവില്ല. അല്ല, സർക്കാരിന്റെ ഉത്തരവാദിത്തമുണ്ടല്ലോ സുനിൽകുമാർ, അതിലൊരു വ്യക്തത വരുത്ത്. ഈ പറഞ്ഞ കാര്യങ്ങളല്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. വർക്ക് എക്സിക്യൂഷൻ, കോൺട്രാക്ട് എഗ്രിമെന്റ്, വർക്കിന്റെ മേൽനോട്ടമെല്ലാം സംസ്ഥാന സർക്കാരാൽ, കേരളത്തിന്റെ PWD വകുപ്പിനാൽ നിയന്ത്രിക്കപ്പെടുന്ന NH വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് എന്നാണ് പറഞ്ഞത്. ആ കാര്യത്തിലൊരു വ്യക്തത ആരോ പറയട്ടെ, കാര്യത്തിലെ വ്യക്തത. ഇതൊരു നടത്തു പോണ മാതിരില്ല. കേരളത്തിൽ 62 റോഡ് പണിതയിൽ PWDക്ക് പങ്കുണ്ടോ ഇല്ലയോ? നിങ്ങൾ മുഹമ്മദ് റിയാസിനെതിരെ എന്തെല്ലാം പറഞ്ഞു മിസ്റ്റർ വേണു? ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ലോക പരാജയം. നിങ്ങൾക്ക് ലജ്ജ വേണ്ടേ അല്പമെങ്കിലും? ഈ തിരുവനന്തപുരം നഗരത്തിലെ റോഡ് മാത്രമാണോ ഉദ്ഘാടനം ചെയ്തത്? അതിനൊന്നും ഇല്ലേ? 62 റോഡ് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയിൽ PWDക്ക് എന്ത് കാര്യം? പിന്നെ ആർക്കാ കാര്യം? ഞാൻ മനസ്സിലാക്കുക, അല്പമെങ്കിലും വെളിവുണ്ട് നമ്മളിങ്ങനെ പറയുമോ? എന്തോ എങ്ങനെ? അതിന് നിർവഹണം നടത്തിയതാരാണ്? സംസ്ഥാന സർക്കാരാണ്. ടെൻഡർ ചെയ്തതാരാണ്? സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് ടെൻഡർ ചെയ്തപ്പോ അത് ഏറ്റെടുത്ത കമ്പനികൾ കൃത്യമായിട്ട് ചെയ്യാതെ വന്നപ്പോൾ നാട്ടുകാർക്ക് ചില പ്രശ്നം വന്നപ്പോൾ BJP-ക്കാർ മുഹമ്മദ് റിയാസിന്റെ തലയിൽ കയറി. എന്നിട്ട് അന്ന് റീൽസ് ഇട്ടത് കുമ്മനം രാജശേഖരന, അന്ന് റീൽസ് ഇട്ടത് കോൺഗ്രസ്സുകാരാ. എന്തിനാ റീൽസ് ഇട്ടത്? റിയാസിന്റെ റോഡ് കണ്ടോ, റിയാസിന്റെ റോഡ് കണ്ടോ, തിരുവനന്തപുരത്തെ അമൃതനഗരം റോഡ് കണ്ടോ? ആരുടെ റീൽസാണ്? കോൺഗ്രസ് നേതാക്കന്മാരുടെ റീൽസ്. ആ റീൽസ് ഇട്ട നേതാക്കന്മാര് റോഡ് പണിതപ്പോ റീൽസ് ഇടാൻ വന്നില്ല. കേരളത്തിൽ നിങ്ങൾക്ക് റീൽസ് ഇടാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അത് പണിതപ്പോ ഏതെങ്കിലും റോഡ് കുഴിഞ്ഞു കിടന്നെങ്കിൽ, ഇന്ന് കുഴിഞ്ഞു കിടക്കാത്ത റോഡുകളാണ് കേരളത്തിൽ. കെ സുധാകരനെ മാറ്റിയിട്ട് വാഴപ്പിണ്ടി നട്ടലിനുള്ള ഒരു 4 എണ്ണത്തിനെ വെച്ചിട്ടുണ്ട് ഈയിടെ. അതാണ് വാഴപ്പിണ്ടി. ആ വാഴപ്പിണ്ടിയെ കൊണ്ടുപിടി. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ആദ്യം വാഴപ്പിണ്ടിയെ കൊണ്ടുപിടി. ആദ്യം വാഴപ്പിണ്ടി പറഞ്ഞവർക്ക് വാഴപ്പിണ്ടി മറുപടി. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല.
വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. രാഷ്ട്രീയം പറയാൻ പറ്റിയില്ലെങ്കിൽ ഇമ്മാതിരി അതെ. വാഴപ്പിണ്ടികളെ രാഷ്ട്രീയം തന്നെ പറയണത്. വാഴപ്പിണ്ടിയൊക്കെ അവിടെ ഇരുന്നാ മതി. നേതൃത്വത്തിന് നാല് വാഴപ്പിണ്ടി വെച്ചിരിക്കുന്നത്. നിങ്ങളെ പോലുള്ള നാല് വാഴപ്പിണ്ടി. ആ പാർട്ടിയെ ഒരുമിച്ച് നാല് വാഴപ്പിണ്ടി. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കൂടി നാട് കട്ടുപിടിക്കല്ലേ? ഒരുമിച്ച് നാല് വാഴപ്പിണ്ടി വെച്ചു. വാഴപ്പിണ്ടിയൊക്കെ KPCC ആപ്പിച്ച് വെച്ചാൽ മതി. നിങ്ങളോട് രാഷ്ട്രീയം പറഞ്ഞ വാഴപ്പിണ്ടിയൊക്കെ KPCC ആപ്പിച്ച് വെച്ചാൽ മതി. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പറയുന്നത് കേൾക്ക്. സ്മാർട്ട് സിറ്റി എന്നാ വേണു നടക്കുന്നത്? ശരി 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 ശ്രീ രാജു ഇനി അദ്ദേഹം പറയട്ടെ. വേണു എന്താ ഇവിടെ നടക്കുന്നത്? ശരി ശ്രീ രാജു അതങ്ങ് പറഞ്ഞല്ലേ, അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയട്ടെ. എന്റെ സമയമല്ലേ വേണു? രാവിലെ അത് ഒലിപ്പിച്ചു തുടങ്ങിയോ? എവിടെ തൊട്ടാ? പറയാൻ കുമാരെ പറയട്ടെ, അങ്ങോട്ട് പിടി. ഇത് മര്യാദകട, ഇത് മര്യാദകട പറയരുത്. ഞാൻ വേണു ഇതെന്ത് ന്യായമായത്? അല്ല ഇപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? ശ്രീ രാജു അദ്ദേഹം പറയട്ടെ. ന്യായമാ വേണു ഇത്? സ്മാർട്ട് സിറ്റി തിരുവനന്തപുരത്ത് PWD ആണോ റോഡ് ടെൻഡർ ചെയ്തത്? അങ്ങ് പറയൂ. റോഡ് ടെൻഡർ വേണു ഞാൻ പറയട്ടെ വേണു. പറയൂ. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. നിങ്ങൾ അതാ പറഞ്ഞത്. ഞാൻ തെളിയിച്ചു അല്ലെന്ന്. ഞാന് ഇതാ അല്ലല്ല, നിങ്ങൾ വിഡ്ഢിത്തരം പറഞ്ഞാൽ അതിന് തെളിയിക്കേണ്ട കാര്യമില്ല. വിഡ്ഢിത്തരം തെളിയിച്ചോ? ഞാൻ മറുപടി പറയുന്നുണ്ട്. ഇതൊന്നും ആദ്യം പറയട്ടെ. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഉമേഷ് ബാബു എന്താ പറഞ്ഞത്? ദേശീയപാതയുടെ സംസ്ഥാന വിഭാഗത്തെ പിരിച്ചുവിട്ടു. വേണുവിന് ന്യായമല്ല. ഇങ്ങനെ ചർച്ചയ്ക്ക് പറ്റത്തില്ല. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഈ പരിപാടിയുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ശ്രീകുമാർ വേഗം ശ്രീ രാജു ഒന്ന് സഹകരിക്കൂ. ശ്രീകുമാർ ഇതെന്ത് വിട്ടിട്ട് ഇതെന്ത് മര്യാദ കട കാണിക്കണത്? മര്യാദ ഘട്ടവന്മാരെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ പറയുന്നൊരു കാര്യം പറയാം. അതായത് ദേശീയപാത അതോറിറ്റിയുടെ സംസ്ഥാന വിഭാഗത്തെ ഒഴിവാക്കി ദേശീയപാത 66 എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ഏറ്റെടുത്തു. ആരാ പറഞ്ഞത്? ഉമേഷ് ബാബു പറഞ്ഞു. അതിനർത്ഥം എന്താണ്? ഇത് ദേശീയപാത അതോറിറ്റി ഗഡ്കരി നാഷണൽ ഹൈവേ മൊത്തമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു. ആ സ്വകാര്യ മേഖലയിൽ നിന്ന് 100 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാ വാങ്ങിച്ചത് കേന്ദ്രത്തിലെ സർക്കാർ. ബാക്കി പറ. കോൺഗ്രസും BJP കൂടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ഇത്തരം സ്വകാര്യ കമ്പനിയിൽ നിന്നാ, ആ കള്ള കമ്പനികളിൽ നിന്നാ. ആ കള്ള കമ്പനികൾക്ക് ഇത് വീതിച്ചു കൊടുത്തു. ഊരാളുങ്കൽ നിന്ന് ടെൻഡർ കിട്ടിയപ്പോൾ ഉടനെ ഇവരെല്ലാം കൂടെ പറഞ്ഞു ഊരാളുങ്കൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ. ഞാൻ പറയട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും വാങ്ങിയിട്ടില്ല. എന്താ ചർച്ചയെ വേണു ഇത്? എന്തു ചർച്ചയെ വേണു ഇത്? ആരാണ് അഹങ്കാരം കാണിക്കുന്നത്? ഈ ദേശീയപാതയെ മൊത്തക്കച്ചവടം നടത്തി സ്വകാര്യ കമ്പനിക്ക് വിട്ടുകൊടുത്തിട്ട് ടോള് പിരിച്ച് പൈസ എടുത്തോളാൻ പറഞ്ഞ് അനുവദിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ നയം. ആ കേന്ദ്ര സർക്കാരിനെതിരെ വേണു എന്തെങ്കിലും പറഞ്ഞോ? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? ഉമേഷ് ബാബു എന്തെങ്കിലും പറഞ്ഞോ? ഈ ചർച്ച പങ്കെടുത്ത ബഹുമാനപ്പെട്ട സജീവൻ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് ഭയമാണോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. സ്വകാര്യ മേഖലയ്ക്കാണ് കൊടുത്തതെന്നും പറയട്ടെ. സ്വകാര്യ മേഖലയ്ക്കാണ് കൊടുത്തതെന്നും അത് കൊടുത്തതെന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോ അത് നടപ്പാക്കിയ കേന്ദ്രത്തിനെതിരെ അല്ല, മുഹമ്മദ് റിയാസിനെതിരെയാണ് നിങ്ങളുടെ ഛർദ്ദിക്കല്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. മുഹമ്മദ് റിയാസിനെതിരെ നിങ്ങളുടെ വർത്താനം. മുഖ്യമന്ത്രിക്ക് അധികാരം. എന്താ മുഖ്യമന്ത്രിക്ക് അധികാരം? ഇത് സ്വകാര്യ കമ്പനിക്ക് വിറ്റ കോൺഗ്രസിന് കേന്ദ്ര സർക്കാരിന്റെ നയം. ഇനി ഞാൻ ചോദിക്കട്ടെ, ദേശീയപാതയില് പരിശോധന വേണ്ട, എൻവയോൺമെന്റൽ സ്റ്റഡി വേണ്ട എന്ന് നിയമം കൊണ്ടുവന്നാരാ? കോൺഗ്രസ്. 2013 ദേശീയപാതയിൽ ഈ പറയുന്ന പരിസ്ഥിതി ആഘാത പഠനം വേണ്ടെന്ന് നിയമം കൊണ്ടുവന്ന പാർട്ടിയാണ് രാജു പി നായരുടെ പാർട്ടി. ആണോ? ഭയങ്കര. അതുകൊണ്ട് ദേശീയപാതയിൽ മണ്ണിടിയോ അത് കണ്ടത്തിനകത്താണോ ഒരു പരിസ്ഥിതി ആഘാത പഠനം വേണ്ട എന്ന് നിയമം കൊണ്ടുവന്ന വിഡ്ഢികൾ വന്നിരുന്നിട്ട് പറയാണ്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇതെല്ലാം സംസ്ഥാന സർക്കാർ നോക്കണം. അപ്പൊ നിയമം കൊണ്ടുവന്നു കോൺഗ്രസ്, നടപ്പാക്കിയത് നിതിൻ ഗഡ്കരി. അത് മുഴുവൻ കേന്ദ്രത്തിന്റെ കയ്യിൽ സ്വകാര്യ കമ്പനിക്ക് വിറ്റിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. എന്നിട്ട് അവരുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് കോൺഗ്രസും BJP കൂടെ വിഴുങ്ങുന്നു. ഇതെല്ലാം നടപ്പാക്കിയിട്ട് ഈ ആളുകളെല്ലാം കൂടി പാലാരിവട്ടം നടപ്പാക്കി ആളുകളെല്ലാം കൂടി സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കയറാൻ വരുന്നു. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കയറാൻ വരുന്നു. നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും.